അപ്പം നമ്മുടെ പ്രതീക്ഷകളെന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ഓരോരുത്തരുടെയും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളാണ്. പക്ഷേ ഇന്ന് നമ്മളെ മക്കളെപ്പറ്റി, നമ്മളുടെ മക്കളുടെ പ്രായത്തിലുള്ള കുട്ടികളെപ്പറ്റി ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ വലിയ വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ്. എന്തെല്ലാമാണ് ഓരോ ദിവസവും നമ്മൾ പത്രം വായിക്കുമ്പോഴും ടി വി തുറന്നു കഴിഞ്ഞാലും മൊബൈൽ തുറന്നാലും എന്ന് വേണ്ട ഏത് മാധ്യമങ്ങളിലൂടെ നമ്മൾ നോക്കിയാലും കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസന. +2 തലത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് അടിപിടി അക്രമങ്ങൾ, ഒരുപാട് ന്യൂസുകളാണ് നമ്മൾ ഡെയിലി നമ്മൾ ടി വിയിൽ വാർത്തകളിലൂടെ കേൾക്കുന്നത്, കാണുന്നത്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മുടെ കുട്ടികൾ. നമ്മളെ പ്രതീക്ഷ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷകളൊക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ, കുട്ടികളെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇവർക്കിങ്ങനെ സംഭവിക്കുന്നു? അതിന് നമ്മൾ മാതാപിതാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മാതാപിതാക്കളാരും അത് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ലഹരി. വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരിയുടെ ഉപയോഗം ഒരുപാട് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ വെളിവാക്കുന്നത്. ലഹരിക്കെതിരെ സർക്കാർ ഒരുപാട് നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ അതൊന്നും എത്രത്തോളം ഫലവത്താവുന്നു എന്നുള്ളത് സംശയമാണ്. ഫലവത്താവുന്നുണ്ടോ ഇല്ലയോ? വരുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പം അതൊന്നും ഫലവത്താകുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ അവരുടെ ബിസിനസ് ചെയ്യുകയാണ്. എന്ത് വൃത്തികേട് കാണിച്ചും എന്ത് നിർവികേട് കാണിച്ചും പണമുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. അവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അതിന് അവർ ആ ലഹരിയുടെ അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു. അവരറിയാതെ തന്നെ അവർക്കത് നൽകുന്നു. പിന്നീട് അവരതിന് അഡിക്റ്റ് ആവുന്നു. അവർ പറയുന്നത് പോലെയൊക്കെ ഇവർ പ്രവർത്തിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്നത് പോലെയൊക്കെ തന്നെ അവർ പ്രവർത്തിക്കുന്നു. അത് +2 തലം, കോളേജ് തലം എന്നുള്ളതല്ല, സ്കൂൾ തലം, ഹൈസ്കൂൾ തലം, 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലും അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ മക്കളിലുണ്ടാകുന്ന മാറ്റം നമ്മൾ ശ്രദ്ധിക്കണം. അവർ വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് അവർ ഇന്നലെ പെരുമാറിയത് പോലെ തന്നെയാണോ ഇന്നും പെരുമാറുന്നത്? അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കിരിക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കൂട്ടത്തിലിരിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നില്ലയോ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അവരുടെ ബാഗ്, സ്കൂൾ ബാഗ് എന്നുമല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാതാപിതാക്കൾ അവരറിയാതെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അവർ പ്രത്യേക ഒരു മുറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ മുറി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അവർ ബുക്കുകൾ വയ്ക്കുന്ന, അവരുപയോഗിക്കുന്ന കബോർഡ്, അലമാര, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അത് ലഹരി എന്നുള്ള ഒരു കാര്യം മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ വീട്ടിന് പുറത്ത് പോയാൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മാതാപിതാക്കൾക്ക് മക്കളുടെ പുറകെ പോകാൻ എന്തായാലും കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ ആരും ഒരു വിട്ടുവീഴ്ച ചെയ്യരുത്, വിട്ടുവീഴ്ച കാണിക്കരുത്, അലംഭാവം കാണിക്കരുത്. നമ്മുടെ പ്രതീക്ഷയാണ്. അവരാണ് ഈ നാളെ ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്, ഉന്നതിയിലേക്ക് എത്തേണ്ടവരാണ്. ഓരോ മാതാപിതാക്കളും എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയാണ് മക്കളെ വളർത്തുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളും ആ ഗണത്തിൽപ്പെടുന്നവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ എല്ലാവരും കുറച്ചുകൂടെ ഒരു ജാഗ്രത കാണിക്കണം. സ്കൂൾ പരിസരം, കോളേജ് പരിസരമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്
ഈ ലഹരി കച്ചവടം വൻതോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണ് വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ അത് എത്രത്തോളം ഗവൺമെൻറ് നടപടിയെടുത്താലും അതിന് വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നത് അത് നമ്മുടെ നിയമത്തിൻ്റെ ദൗർബല്യമാണോ അതോ ആ നിയമം നടപ്പിലാക്കാനുള്ള നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലുവറാണോ എന്നുള്ളതൊന്നും പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തായാലും എടുക്കുന്ന നടപടികളൊന്നും ഫലവത്താവുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് മൊബൈലുകളുടെ ഉപയോഗം, അത് മക്കൾ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത് കുറച്ച് ലിമിറ്റ് ചെയ്യേണ്ടതാണ്. സ്വഭാവ രൂപീകരണം നടക്കുന്ന പ്രായമാണ് ടീനേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മൊബൈലിലൂടെ നമുക്ക് ലഭിക്കാത്ത ഒന്നുമില്ല. കാണാനായാലും കേൾക്കാനായാലും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമ്മളുടെ വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് ആ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. അവരെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് മാതാപിതാക്കളെല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കുട്ടികളെ സംബന്ധിച്ച് ടെൻഷനാണ്. പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വളരെയധികം ടെൻഷനാണിപ്പോൾ. അത് വലിയ കുട്ടികളൊന്നും ആവണ്ട, കൊച്ചു കുട്ടികളുടെ കാര്യത്തെ പോലും ഇപ്പം ടെൻഷനാണ്. എത്രയോ വാർത്തകളാണ് വരുന്നത്. ആത്മഹത്യ, 11 വയസ്സ്, 12 വയസ്സ്, 10 വയസ്സ്. നമ്മളുടെയൊക്കെ ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ഇപ്പോൾ അവരെ തൂങ്ങി മരിക്കുന്നു, പലതരത്തിൽ മരിക്കുന്നു. മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തതിന് ആത്മഹത്യ ചെയ്യുന്നു. മാർക്ക് കുറഞ്ഞു പോയതിന്, മൊബൈൽ കാണരുത് അങ്ങോട്ട് വയ്ക്കാൻ പറഞ്ഞതിന്, അമ്മ വഴക്ക് പറഞ്ഞതിന്, അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ആത്മഹത്യ. ഇവരെ ഇതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്താണ്? മൊബൈലിൻ്റെ ഉപയോഗം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളും മക്കളുടെ കാര്യത്തിൽ ഒരു അലംഭാവവും കാണിക്കരുത്. കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ്.